കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. നഴ്സറി ക്ലാസ്സിലേക്ക് കടലാസ് കത്തിച്ചിട്ടു. കുട്ടികളുടെ പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും കത്തിനശിച്ചു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇത് എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടികളുടെ സ്കൂളിലൊക്കെ കയറി ഇതിങ്ങനെ കത്തിക്കാനും അതിക്രമം നടത്താനും എന്താണ് അതിന്റെ കാരണം? സ്മിത, എന്താണ് കാരണമെന്ന് ആർക്കും വ്യക്തമല്ല. ഇത് കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇവിടെ എത്തിയത് മുതൽ തന്നെ അധ്യാപകരോടൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും പോലീസിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഭാഗത്ത് നിന്ന് ഉടലെടുക്കുന്നുണ്ട്. ഈ ചുറ്റുള്ള ഭാഗത്തൊക്കെ വീടുകൾ ഉള്ള പ്രദേശമാണ് സ്മിത. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ ജനലിലൂടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ നടത്തിയത്. ഇത് നടത്താനുണ്ടാവുന്ന ഒരു സാഹചര്യം, അതായത് ഈ പ്രദേശത്തെ വിശാലമായ ഗ്രൗണ്ട് ഈ സ്കൂളിൻ്റെ ഈ നഴ്സറി ക്ലാസ്സിനെ തൊട്ട് ചേർന്നുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ മതിൽ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതിന് തൊട്ട് മുകളിലാണ് പഞ്ചായത്ത് ഓഫീസ് ഉള്ളത്. അതിൻ്റെ തൊട്ട് ഭാഗങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകൾ, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. തുടർച്ചയായി ഇങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം ഉണ്ടാവുന്നു എന്നാണ് അധ്യാപകരും പറയുന്നത്. ഇവർ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്? അത് നമ്മളറിയില്ല. ഇപ്പോൾ രാവിലെ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടാണ് നമ്മളിത് അറിഞ്ഞത്. നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കിയത്. ഇത് കണ്ടുപിടിക്കണമായിരുന്നു. എന്താണെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെറിയ LP കുട്ടികളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സാമൂഹ്യ ഇത് കാണിക്കുന്ന ആൾക്കാർ എന്തായിട്ടും നമ്മൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരെന്തായിട്ടും പിടിക്കേണ്ടതാണ്. അപ്പോൾ ടീച്ചർ അതെല്ലാം ക്ലീൻ ആക്കി. എന്താണെങ്കിൽ രക്ഷിതാക്കൾ വരുമ്പോഴാണ് ഇത് കണ്ടത്. രക്ഷിതാക്കൾ വന്ന് അത് അവർ വാർത്ത കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ അത് വരുമ്പോഴേക്കും ടീച്ചർ തന്നെ പിന്നീട് അതെല്ലാം എല്ലാവരും കൂടി അത് ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടട്ടിയായിരുന്നു. അത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അത് ചെറിയ കുട്ടികളും വന്ന് ഒരു ബെഞ്ചടക്കം അതിൽ കത്തിയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്, തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. സ്മിത, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് ആർക്കും വ്യക്തമാവുന്നില്ല. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ മുന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ടെന്ന് അധ്യാപകരും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. PTA ഭാരവാഹികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, കർശനമായ നടപടികൾ ഉണ്ടാകണം. കാരണം കൊച്ചു കുട്ടികളാണ്. നഴ്സറി ക്ലാസ്സിലേക്കാണ് കടലാസുകൾ കത്തിച്ചിട്ടതും ഈ ബെഞ്ച് ഉൾപ്പെടെ കത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് നിന്ന്.